വെൽക്കം അല്ലൂസ് വേർഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ്. ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വലിയുള്ളി. ഇനി നമുക്ക് ചിക്കൻ മസാല മിക്സ് ചെയ്ത് റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഉപ്പ്, തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പസമയം മാറ്റിവെക്കാം. ബിരിയാണിക്ക് ആവശ്യമായ റൈസ് റെഡി ആയിട്ടുണ്ട്. കൈമ റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയിലേക്ക് മസാല ചേർത്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചെറുതായി സ്ലൈസ് ചെയ്ത കുറച്ചുള്ളി നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാൻ ആവശ്യമായ ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉള്ളി അല്പം നന്നായി വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിനാവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി അല്പം വഴറ്റിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ചിക്കൻ വറുത്ത എണ്ണ അല്പം ഇതിലേക്ക് ഒഴിച്ചത് കൊണ്ടാണ് ഈ യെല്ലോ കളർ ഇപ്പോൾ വന്നത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കാം. കുരുമുളക് പൊടി, ഉപ്പ്, ബിരിയാണി മസാല ഇത്രയാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. മസാല തയ്യാറാക്കാൻ വേണ്ടി പച്ചമുളക്
ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവും കുരുമുളക് പൊടിയുടെ എരിവുള്ളതുകൊണ്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. നന്നായി മസാലയെല്ലാം റെഡി ആയതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസാണ് യൂസ് ചെയ്തത്. വലിയ പീസായാലും ചെറിയ പീസായാലും നമുക്ക് ബിരിയാണി സെറ്റാക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും ചോറും എല്ലാം കൂടെ നന്നായി ദമ്മിടാം. ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു വാഴയിലയാണ് യൂസ് ചെയ്യുന്നത്. വാഴയില ഇല്ലാതെയും ദമ്മിടാം. അപ്പോൾ ചോറും മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായി മിക്സായി പോകും. വാഴയില ഇട്ട് കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. വാഴയില നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് കത്തി വെച്ച് കീറി കൊടുക്കണം. മസാല ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ബിരിയാണി റൈസ് ഇലയിലേക്ക്, ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച ഇലയിലേക്ക് റൈസൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മല്ലിയില, നമ്മൾ ആദ്യം വറുത്ത് വെച്ച വലിയുള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എണ്ണയിൽ വഴറ്റിയത് വറുത്തെടുത്ത് അതും കൂടി ഇതിൽ മിക്സ് ചെയ്യാം. ഇനി അല്പം മസാലപ്പൊടിയും ഞാൻ ഇതിൽ മുകളിലിടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പുതിനയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് പുതിനയിലയും ഈ സമയത്ത് ഇടാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ച് ദമ്മിടാം. ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട്, ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കിയത്, സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് അടച്ച് വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം നമുക്ക് മസാലയും ചോറും മാറ്റിയെടുക്കാം. ഇപ്പോൾ ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം.
അതിൽ നന്നായിട്ട് വാടി അതിൻ്റെ ടേസ്റ്റൊക്കെ റൈസിലേക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ റൈസിനും മസാലേൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. മസാലയും പീസും കൂടി വെച്ചതിന് ശേഷം അതിന് മുകളിൽ റൈസ് ഇട്ട് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ ബിരിയാണി തയ്യാർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.